നാടക ശബ്ദം ഖത്തർ അവതരിപ്പിക്കുന്നു. നാടുകാണാൻ വരുന്നു. നാടകരചന വിഷ്ണു രവി, സംവിധാനം ഷമീൽ AJ, ആലാപനം റിയാസ് കരിയാട്, പശ്ചാത്തല സംഗീതം ലത്തീഫ് മാഹി, ശബ്ദലേഖനം ശബ്ദമിശ്രണം ഷമീൽ AJ. കഥാപാത്രങ്ങളും ശബ്ദം നൽകുന്നവരും: സജീവ് അഥവാ സജി സലാം കോട്ടയ്ക്കൽ, രാമൻ നായർ സന്തോഷ് അഞ്ചൽ, ജോണിക്കുട്ടി ഫിറോസ് മൂപ്പൻ, മൻസൂർ ജമാൽ വേളൂർ, കാസർഗോഡ് സിദ്ദീഖ് താജു മമ്മാസ്, എയർ ഹോസ്റ്റസ് ശരണ്യ രജത്ത്, ലഗേജ് പാസഞ്ചർ സലാഹ് കാലിക്കട്ട്, ATM യൂസർ ലത്തീഫ് വടക്കേക്കാട്, ഫോൺ നൽകുന്ന വ്യക്തി ഷെഫീഖ് K, അളിയൻ രാഹുൽ കല്ലിങ്ങൽ, ബൈക്കുകാരൻ AK ബിജുരാജ്, ഷോപ്പ് കീപ്പർ ജലീൽ കുറ്റ്യാടി, ബസ് കണ്ടക്ടർ അസിം കോട്ടൂർ, ഭാര്യ ഷാഹിദ ജലീൽ, സജീവിന്റെ സഹോദരി ആരതി പ്രജീത്ത്, അമ്മാവൻ ആഷിഖ് മാഹി, അമ്മായി ഷെരീഫ ടീച്ചർ. നാടു കാണാൻ വരുന്നു. എടാ ജോണിക്കുട്ടി, പെട്ടെന്ന് എടുത്തു വെക്കടാ. രാമൻ നായരെ, ഒന്ന് സമാധാനപ്പെടുന്നേ. അവ ഇപ്പം കുളിച്ചിട്ടിറങ്ങും. അതിനും പെട്ട ആ പെട്ടിയിലെ സാധനങ്ങൾ പെറുക്കി വെച്ച ആ ജോലി കഴിഞ്ഞു. ആ ചെറുക്കൻ മനസ്സൂർ എന്നാ പോക്കാ പോയത്? പെട്ടിയായിട്ടുള്ള കയർ വാങ്ങാൻ പോയിട്ട് എത്ര നേരമായല്ലയോ? മൻസൂറോ? അവൻ്റെ പോക്കല്ലേ, ഒരു പോക്ക് പോയി കാണും. ഞാൻ എത്തിക്കേ. എടോ, സുധീർ ഖാൻ്റെ കട തുറന്നില്ലാന്ന്, പിന്നെ ദോഹയിലറ്റം പോണ്ടി വന്ന്. ഓഹോ മോനെ മൻസു, നീ ആ കയറുകൊണ്ട് പെട്ടി കെട്ടി തുടങ്ങിക്കോ. അല്ലടോ, ഇത് ഫുള്ളാണോ? എൻ്റെ പൊന്നു മോനെ, ഇത് തൂക്കി നോക്കിയപ്പോൾ കറക്റ്റ് 20 കിലോ കേട്ടോ. എന്നാ ഓക്കെ. പിടിച്ചോ രാമൻ നായരെ, ആ കയറിൻ്റെ തലക്ക് പിടിച്ചോ. എടാ ചെറുക്ക, എടാ മണ്ടം മൻസൂറെ, ഒന്ന് മുറുക്കി കേട്ടടാ. നോക്ക്, ഇങ്ങളെ നമ്മളെ പെട്ടി കെട്ടാൻ പഠിപ്പിക്കണ്ടേ? ഇത് അമ്മക്കറിയാം എങ്ങനെയാ കെട്ടണ്ടേന്ന്. പെട്ടെന്ന് പെട്ടി കെട്ടി തീർത്തിട്ട് വേണം നല്ല കുബൂസും മീൻകറിയും കഴിക്കാൻ. ഇന്ന് ഇത് തന്നെയാണോടെ? എടോ കുരിപ്പേ, ഇനി തീറ്റിന്റെ കാര്യം പറഞ്ഞാണ്ട് കയറൊന്ന് പിടിക്കടോ. പിടിച്ചെന്ന് അങ്ങോട്ട് വലിക്ക്. ഈ കയറിന്റെ തുമ്പ് അങ്ങോട്ട് പിടി. ആ വൈറ്റ് ബാസ്കറ്റ് ടൈപ്പിന് എടുക്ക്. എന്തോ നോക്കിക്കൊണ്ടിരിക്കുക. അത് മറിച്ച് ഇങ്ങോട്ട് കാലിലേക്ക് ഇടലടാ. ആ മാർക്കർ കൂടി അതിന്റെ തല അങ്ങോട്ട് എടുക്കണം. പൊന്നു മോനെ ഒന്ന് വലിച്ചു ചുറ്റി മണ്ട മനസ്സൂർ, നീ എന്നാ കാണിക്കുന്നത്? നല്ലോണം വലിക്കാം അങ്ങോട്ട്. ആ പെട്ടി തിരിച്ചു അങ്ങനെ. എടാ പൊന്നു മോനെ മനസ്സൂറെ, കേട്ടോ ഓക്കെ ആണല്ലോ? ഇനി ദാന പിടിച്ചാലും പോവില്ല. ഇവൻ ഇതുവരെ കുളിച്ചു തീർന്നില്ലേ? ചുമ്മാ നല്ല വെള്ളത്തിന്റെ ബില്ല് കൂടുന്നത്. ഡാ മനസ്സു, അവനെന്ന് വിളിച്ചടാ. സജിയെ, സാജ്, ഇനി എന്താക്കാടോ? തീർന്നു. 6 വർഷം കൂടിയിട്ട് നാട്ടിൽ പോകുന്നോണ്ടായിരിക്കും അവന്റെ ഒരു നീണ്ട കുളി. കുളിക്കട്ടെന്നേ, നന്നായി തേച്ചൊരച്ച് അങ്ങ് കുളിക്കട്ടെന്നേ. ആസ്വദിച്ചങ്ങോട്ട് കുളിച്ചു. അല്ലടോ, 10 മണിക്കല്ലേ ഫ്ലൈറ്റ്, 7 മണിക്കെങ്കിലും അവിടെ എത്തണ്ടേ? മണി ഇപ്പൊ തന്നെ 6 ആയടോ. എന്നാ പെട്ടെന്നൊരിക്കോ. ഞാനെപ്പോഴും റെഡിയായി. മക്കൾക്കുള്ള തുണികളെ ഹാൻഡ് ബാഗിൽ വെച്ചാൽ മതി കേട്ടോ. എന്നെ പെട്ടെന്ന് കാണുമ്പോൾ അവർക്ക് സർപ്രൈസ് ആവും, അല്ലേ അച്ഛാ? അതങ്ങനെ തന്നെയല്ലയോ സഹിച്ചേട്ടാ. പെട്ടി 2-ലും 20 കിലോ ആക്കിയിട്ടുണ്ട്. ഹാൻഡ് ബാഗിൽ 7 കിലോ കറക്റ്റാ. വീട്ടിലറിയില്ലല്ലോ ഞാൻ ചെല്ലുന്നത്. ഇതൊക്കെയല്ലേ ഒരു തമാശ. രാമേട്ടാ, പോയി വരട്ടെ എന്നാല്. പോയി വാ മോനെ. പാസ്പോർട്ടും ടിക്കറ്റും എല്ലാം എടുത്തില്ലേ? എടുത്തിട്ടുണ്ട്. ഡാ മൻസൂറെ, മുമ്പിൽ കിരിക്കടാ. നിങ്ങൾ മുന്നിലിരുന്നാൽ മതി. ശരി. എന്നാ പോവല്ലയോ?
എടോ ജോണിക്കുട്ടിയെ, ഞാൻ റേഡിയോയിലെ പാട്ടൊന്ന് വെക്കടോ. ഓ വെച്ച് തരാമടേ. ഓർമ്മകൾ ചേർത്തു വച്ച് നാളുകൾ തെന്നി നീക്കി വിങ്ങിടും കൽവിൻ വേദനയിടനെഞ്ചിലൊതുക്കി കള്ളച്ചിരി തൂകിടുന്നു പ്രവാസി, ഉള്ളിൽ കരഞ്ഞിടുന്നു പ്രവാസി, ഉള്ളിൽ കരഞ്ഞിടുന്നു. മരവിച്ചൊരു മനസ്സിൽ ഒത്തിരി സ്വപ്നം കുത്തി നിറച്ച് കഴിയുകയാണീ ഗൾഫിലെ പ്രവാസികൾ. എന്നാ പോയിട്ട് വരട്ടളിയാ. ഇനി ബോർഡിംഗ് പാസ് കിട്ടിയാൽ വിളിക്കാൻ മറക്കല്ലേ. ഓ വിളിക്കാം. സജിച്ചേട്ടാ, തിരക്കൊക്കെ കഴിയുമ്പോൾ എൻ്റെ വീട്ടിലോട്ട് ചെല്ലണം. ഞാൻ കൊടുത്തുവിട്ട സാധനങ്ങൾ കിട്ടുമ്പോൾ കൊച്ചുങ്ങൾക്ക് നല്ല സന്തോഷമായിരിക്കും. അവരോട് നന്നായി പഠിക്കാൻ പറയണം. പിന്നെ ചാച്ചനിവിടെ സുഖാണെന്ന് പറയാം. ഓൻ്റെ കണ്ണ് നിറഞ്ഞല്ലോ. ഒരുത്തൻ നാട്ടിൽ പോകാൻ നോക്കുമ്പോൾ ഓൻ്റെ ഒരു സെൻറ്റി. അളിയൻ പോവാളിയാ. ഇനി 3 മാസം കഴിഞ്ഞ് കാണാം. ഓ 3 മാസമൊക്കെ ടപ്പയെന്നും പറഞ്ഞ് അങ്ങ് തീരും. Sir, could you please fasten your seat belt? Thank you. Ma'am, your seat belt, please. Sir, your seat belt. Thank you. Hello, sir. What would you like to have? സാറ് കഴിക്കുമോ? ഇല്ലപ്പാ, അത് ഞാൻ കാറാമ. നിങ്ങളെ പേരെന്ത്? Would you like some tea or coffee? നാട്ടിൽ നിങ്ങൾ എവിടെയാന്ന് പറഞ്ഞേ? പേര് സജീവൻ. ആ പാലക്കാട് ജില്ലയിലാ. 6 വർഷം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാ നാട്ടിലേക്ക്. സാറിൻ്റെ പേരെന്താന്നാ പറഞ്ഞേ? ഞാൻ സിദ്ദീഖ്, കാസർഗോഡ് തളങ്കര പോരാ. നിങ്ങൾ പോരയിൽ ആരെല്ലുണ്ട്? വീട്ടിലെ അമ്മ, ഭാര്യ, 2 മക്കൾ, ഒരാണും ഒരു പെണ്ണും. Coffee, sir. മോള് +2 പഠിക്കാം, മോൻ 10. അച്ഛൻ മരിച്ചിട്ട് 15 വർഷമായി. ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. ഓ അത് ശരി. Would you like to have some tea or coffee? സജീവ്, ഫസ്റ്റ് പോകുമ്പോൾ മക്കൾക്ക് നല്ല മജ ഉണ്ടാവും. ഇതിപ്പോൾ 6 കൊല്ലം കൂടി കാണില്ലപ്പാനെ. Would you like to have വീട്ടിൽ അറിയിക്കാണ്ടാണ് പോണത്. coffee? Sir, how ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചു. Hello, sir. What would you like to have? ഓൺലി ഓറഞ്ച് ജ്യൂസ് പ്ലീസ്. ആ പിന്നെ സജിയെ, Sir, here is your orange juice. Enjoy your flight, sir. ഞാൻ മുന്നേ അങ്ങനെ ആയിരുന്നു, ഇടക്കിടക്ക് പോയിക്കൊണ്ടേന്. ഇപ്പോൾ അത് ഇത്ര മജയില്ല. Sir, could you ഇക്കൊല്ലം തന്നെ ഞാൻ 3 കുറി പോയിന്. Thank you. പിന്നെ ഈ ഫ്ലൈറ്റിന് കൊല്ലത്തിൽ കായ് ആസ്തിയാക്കിയില്ലെങ്കിൽ ഞാൻ മാസത്തിൽ പോയേനെ. Sir, your window shades, please. ഓരോ വർഷം കൂടുമ്പോഴും Window shades, please. നാട്ടിൽ പോകണം എന്ന് കരുതും. വർഷം 1 2 3 ഒടുവിൽ 6 വർഷം വേണ്ടി വന്നു ഒന്ന് നേരെ നിൽക്കാൻ. ഈ പ്രവാസം നമ്മളെ വല്ലാണ്ടങ്ങടെ ഈ മരുഭൂമിയിൽ തളച്ചിടും, അല്ലേ സാറേ? Sir, could you please fasten your seatbelt? 25 minutes to 9 in the morning and the temperature is 22 degrees centigrade. By conference safety, please maintain seated with the seatbelt fastened until the aircraft has come to a complete stop and the seatbelt sign has been switched off. For those of you who would like to use your mobile phone, it's not safe to do so. Before leaving the aircraft, make sure to take all your personal belongings with you, check your seat pockets and do a head locker. If you are transferred to a സജി, എൻ്റെ ലഗേജ് വന്ന്, ഞാൻ പോന്നു. ഓ ആയിക്കോട്ടെ. സാറിന് കൂട്ടിന് കിട്ടിയതുകൊണ്ടേ 3-4 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. സന്തോഷമായി സാർ. വീട്ടിൽ വരാണ്ടിരിക്കരുത് കേട്ടോ. സജി, ഞാൻ നോക്കാന്ന്, സമയം ഉണ്ടെങ്കിൽ വരുമെന്ന്.
ഇല്ലെങ്കിൽ നമ്മ അങ്ങ് വെച്ച് കാണാന്ന്. കാർഡ് തന്നില്ല ഞാൻ. തന്നിട്ടുണ്ട്. അതെ, ലഗേജ് എടുത്തെങ്കിലും ഒന്ന് മാറി തരുമോ? ഞാനൊന്ന് എടുത്തോട്ടെ. എന്നാ ഓക്കെ സജി, നമുക്ക് കാണാം. തീർച്ചയായും സാർ. ചേട്ടാ, ഈ ATM-ൽ പൈസ കാണുമോ? കാണാൻ യാതൊരു വഴിയില്ല. നല്ല താനും നോക്കിക്കോ. ഇനിയിപ്പം എന്ത് ചെയ്യും? ആകെ നോട്ട് ക്ഷാമം, ബഹളം. വീട് പിടിക്കാനൊരു ടാക്സി വിളിച്ചപ്പോൾ അവർക്ക് ആദ്യം പൈസ കിട്ടണം. നുള്ളിപ്പെറുക്കി എടുത്ത 250 റിയാൽ കാണും പോക്കറ്റിൽ. ബാങ്കിൽ 2-3 ലക്ഷം രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ കെട്ടും പാണും പേറി എങ്ങനൊന്ന് വീട്ടിലെത്തും ഈശ്വരാ? ഹലോ ചേട്ടാ, ആ ഫോൺ ഒന്ന് തരുമോ പ്ലീസ്? ഫോണോ? എൻ്റെ പൊന്ന് ചേട്ടാ, എങ്ങനെയല്ലോ ചില്ലറ ഒപ്പിച്ച് 50 രൂപ റീചാർജ് ചെയ്ത. ഇതാ ചേട്ടാ, ഈ സ്പ്രേ വെച്ചോളൂ. ഇതാ, ഞാൻ എൻ്റെ അമ്മാവന് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാ. ഓ, താങ്ക് യു സാർ. സാറേ, ഇതാ ഫോണെന്നാ. പിന്നെ ഒരു കോളേജ് ചെയ്യാം കേട്ടാ. ഞാനാ സജി. ഒന്നും പറയണ്ട അളിയാ. അളിയാൻ ആ വണ്ടിയും കൊണ്ട് ഒന്ന് വേഗം ഇങ്ങോട്ട് വരുമോ? ഞാൻ എയർപോർട്ടിലുണ്ട്. എന്താ എന്താ? ഓ, സമയം കളയല്ലേ അളിയാ. വണ്ടി എടുത്ത് ഒന്നിങ്ങോട്ട് വേഗം വാ. ആകെ പെട്ട് കിടക്കുക. ഹലോ 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 അളിയാ, അളിയാ. ഹേയ്, ഹലോ. മതി. പിന്നെ എനിക്ക് പെട്ടെന്ന് പോകണം. ചേട്ടാ, ഒരു കോള് കൂടി പ്ലീസ് പ്ലീസ്. അതാണ്, ഒരാൾ ഒരു സഹായം ചെയ്താൽ പിന്നെ അയാളങ്ങ് മുടിപ്പിച്ചോളാം. ഒന്ന് ക്ഷമിക്ക് ചേട്ടാ. 6 വർഷം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന ആളാണേ. ഞാൻ മനസ്സിൽ പോലും കരുതിയിട്ടില്ല ഈ നോട്ട് ക്ഷാമം പ്രശ്നമൊക്കെ ഇത്ര രൂക്ഷാണെന്നുള്ളത്. എൻ്റെ പൊന്നു ബായി, അതൊന്ന് ഓർമ്മിപ്പിക്കല്ലേ. ബാങ്കിൽ ചെന്നാൽ അവിടെ ക്യൂ, ഇനി ATM-ൽ ചെന്നാലോ അവിടെയും ക്യൂ. ഹോ, ഇവിടെ ആകെ മനുഷ്യനാകെ പെട്ടിരിക്കുകയാണ് ബായി. എനിക്ക് എങ്ങനെങ്കിലും ഒന്ന് വീട് പിടിച്ചാൽ മതി. എന്തെങ്കിലും ഒന്നൊരു ടാക്സിയോ എന്തെങ്കിലും ഒന്ന് കിട്ടുമോ? ടാക്സി ഒന്നും കിട്ടില്ല. പിന്നെ കാശ് ആദ്യം കൊടുക്കുകയാണെങ്കിൽ അവർ വരും. അവരെങ്ങനെ കുറ്റം പറയാനാ ബായി? ആൾക്കാർ ടാക്സി പിടിക്കും, അവസാനം ചില്ലറക്ക് വേണ്ടി അത് ടാക്സിക്കാരൻ തന്നെ ഓടേണ്ടി വരും. വേറെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? നോക്കട്ടെ. ആ, സ്റ്റാൻഡിലേക്ക് ഞാനൊരു ബൈക്ക് അറേഞ്ച് ചെയ്ത് തരാം. അവിടുന്ന് ഇഷ്ടം പോലെ KSRTC കിട്ടും. മതി, അത് മതി. വളരെ സന്തോഷം. ഓ, അത് പിന്നെ കുപ്പിയൊന്നും കൊണ്ടുവന്നില്ലേ? ഒരെണ്ണം കാണണം. ഫോറിൻ കഴിച്ചിട്ട് കുറച്ച് കാലമായി. അതിനെന്താ, ബൈക്ക് ശരിയാക്കി തന്നിട്ടേ ചേട്ടൻ ഇതങ്ങ് എടുത്തോ. നല്ല 1-ാം തരം ഫോറിൻ.
ഞാനേ ഗൾഫിൽ പോകുമ്പോഴേ ദേ ഈ പുഴയുടെ അടുത്തൊന്നും ഇതുപോലൊരു കെട്ടിടങ്ങളോ കടകളോ ഒന്നുമില്ല. വലിയ പുഴ, നിറഞ്ഞൊഴുകണ പുഴയായിരുന്നു. ആ അതെ, ആ നിങ്ങൾ 5 വർഷത്തിന് ശേഷം വന്നതല്ലേ, അതാ. നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ആ ഞാൻ ടെക്നോ പാർക്കിലാ. ഓ, പഴയ പോലൊന്നും അല്ലല്ലോ, നല്ല വരുമാനം ഉണ്ടാവൂലേ? ഓ കണക്കാ. കമ്പ്യൂട്ടർ വന്നപ്പോൾ ജോലി ഭാരം കുറയുമെന്ന് ആരോ പറഞ്ഞിരുന്നു. എന്തോന്ന് കുറയാൻ, ഓരോ ദിവസവും കൂടുന്നതല്ലാതെ കുറയുന്നൊന്നുമില്ല. വല്ലാത്ത ദുർഗന്ധം. ഓ എന്താ ഇത്? ആ നമ്മുടെ നാട്ടിലെ ഒട്ടുമിക്ക നഗരങ്ങളും ഇപ്പൊ അങ്ങനെയൊക്കെയാ. ന്യൂസിലൊക്കെ കാണാറുണ്ട്. വീട്ടിലാരൊക്കെ ഉണ്ട്? ഭാര്യയും മോളും. ഇന്ന് മോളുടെ പിറന്നാളാ. ഒരു ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കാൻ 5ന്റെ കാശ് കയ്യിലില്ല. ബാങ്കിലുണ്ട്. എന്താ കാര്യം? ഓഹോ, വല്ലാത്തൊരവസ്ഥ. ദേ ആ ബസ്സുകൾ നിൽക്കുന്നത് കണ്ടോ? അതാണ് കേട്ടോ സ്റ്റാൻഡ്. ഇവിടെ നിന്ന KSRTC ബസ് ഇഷ്ടം പോലെ കിട്ടും. ഓ, വളരെ വളരെ ഉപകാരം. ഇതാ ഒരു കുറച്ച് ചോക്ലേറ്റ് ആണേ, മോൾക്ക് കൊടുക്കാലോ. ഇന്ന് ബർത്ത്ഡേ ഒക്കെ അല്ലേ. വേറെ എന്തെങ്കിലും തരാൻ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാട്ടോ. ഓ അതൊന്നും സാരമില്ല, നിങ്ങൾ പോയിക്കോ. വല്ലാത്ത ദാഹം. ഈശ്വര, ഇനിത്തിരി വെള്ളം കിട്ടാൻ എന്തൊക്കെ ചെയ്യണമാവോ. ചേട്ടാ, ഒരു നാരങ്ങ വെള്ളം. ഉപ്പോ പഞ്ചസാരയോ? എന്തിട്ടാലും കുഴപ്പമില്ല, വെള്ളം കുറയാതിരുന്നാ മതി. ഇല്ല, നാരങ്ങ വെള്ളം. വല്ലാത്തൊരു സുഖം. 18 രൂപ. ഇവിടെ ATM ഒന്നുമില്ലേ? ദേ ആ ക്യൂ കണ്ടില്ലേ? ATM-ലേക്കുള്ളതാ. റിയാല് മതിയോ? ഈ നാട്ടിലെ നോട്ട് മാറാൻ തന്നെ ആളുകൾ പാടുപെടുക. അവിടെ തമാശ കളിക്കാതെ പൈസ വെച്ചിട്ട് പോവായി. സത്യം, ബാങ്കിൽ എൻ്റെ കാശുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ? അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല ഭായി. ചേട്ടാ, ഇതൊരു പുത്തൻ സാരിയാ. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുവന്നത്. ചേട്ടൻ ഇത് വെച്ചോ, അല്ലാണ്ട് ഇപ്പം ഞാൻ എന്താ ചെയ്യാം? സോറി, നിവൃത്തികേടുകൊണ്ടാണേ. 6934 സ്റ്റാൻഡിൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 3-ൽ നിർത്തിയിട്ടിരിക്കുന്നു. ചേട്ടാ, ഒന്നാം കൂടി നീങ്ങി കേട്ടാ. സ്ത്രീകളിരിക്കുന്നത് ഒന്ന് മാറി കൊടുക്കണേ. അവിടെ ചേട്ടാ, കുറച്ചുകൂടെ അങ്ങോട്ട്. എല്ലാവരും ചില്ലറ എടുത്ത് കയ്യിൽ വെച്ചോ. അങ്ങോട്ട് കുറച്ചുകൂടി കയറി നിൽക്കുക അങ്ങോട്ട്. സ്ത്രീകളിരിക്കുന്നത് ഒന്ന് മാറിക്കൊടുക്ക്. ചേട്ടാ, നിങ്ങളുടെ അടുത്തല്ലേ പറഞ്ഞ കുറച്ചുകൂടി കയറി നിൽക്കേട്ടാ. ഇവിടെ ടിക്കറ്റ് എടുത്തോ. അവിടെ എവിടെ? ഒരു പട്ടിശ്ശേരി. 126 രൂപ. സാർ, പൈസ ഇല്ല സാർ. എന്ത് പൈസ ഇല്ലേ? എന്നാൽ പിന്നെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിക്കോളണം. അയ്യോ സാർ പ്ലീസ്, ഇതെൻ്റെ മൊബൈലാണ് സാർ. ഇത് സാർ ഒറിജിനൽ തന്നെ വേണേ. പ്ലീസ് സാർ, പ്ലീസ്.
എന്നെ ഒന്ന് എൻ്റെ സ്ഥലത്ത് ഇറക്കി തരണം സാർ പ്ലീസ്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സാർ പ്ലീസ്. സാറേ 5-6 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഗൾഫിൽ നിന്ന് വരുവാ സാറേ പ്ലീസ്. കയറി വരും ഓരോരോ മാരണങ്ങളെ. അവിടെ ഇരിക്കട്ടെ. നീ കൊടുത്തേ അങ്ങോട്ട്. ചേട്ടാ ഒന്ന് നീങ്ങി നിൽക്കുന്ന. ചേട്ടാ ഒന്ന് കയറി നിൽക്കുക. ചേട്ടാ കയറി താനത് ഉറക്കമാണോ? തൻ്റെ സ്ഥലം എത്തി ഇറങ്ങുന്നില്ലേ? അതെയോ? അയ്യോ ഞാൻ ഉറങ്ങിപ്പോയി, സോറി. വേഗം ഇറങ്ങിക്കൊള്ളണം. ഇവിടെ ഇറങ്ങിക്കും. പോട്ടെ പോട്ടെ. ഹായ് എൻ്റെ നാട്. അയ്യോ 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 പട്ടി. അയ്യോ 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 പട്ടി പട്ടി പട്ടി. അയ്യോ അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ. അയ്യോ പട്ടി പട്ടി. അയ്യോ അയ്യോ എന്നെ രക്ഷിക്കണേ. അയ്യോ 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 എന്റെ പെട്ടിയൊക്കെ അയ്യോ സജിയേട്ടാ എന്താ പറ്റിയത്? കൈയെല്ലാം മുറിഞ്ഞിട്ടുണ്ടല്ലോ. അയ്യോ അമ്മേ. ആ പട്ടികളെ ഒന്നും പറയണ്ട. എൻ്റെ ജീവൻ കിട്ടിയത് ഭാഗ്യം. വാ അകത്തേക്ക് വാ. ആ ബാഗ് ഇതാ ഉണ്ട്. പെട്ടിയൊക്കെ പട്ടി കൊണ്ടുപോയി. അയ്യോ നല്ല മുറിവുണ്ടല്ലോ. അത് സാരല്ല, ഓടിയപ്പോ വീണതാ. നീ കഴിക്കാൻ എന്തെങ്കിലും എടുക്ക്. വല്ലാത്ത ക്ഷീണം. ഞാനൊന്ന് കുളിച്ചു വരാം. അയ്യോ അയ്യോ നോക്കിയത് ആരൊക്കെ വന്നിരിക്കുന്നെന്ന്. അളിയനോ? അളിയന്റെ പുന്നാര പെങ്ങള്. സജിയേട്ടാ എത്ര കാലായി കണ്ടിട്ട്. ആകെ ക്ഷീണിച്ചല്ലോ. നീ അങ്ങോട്ട് മാറിയേ. ഇത് അളിയന് ഇവരൊക്കെ മനസ്സിലാവണ്ട. നമ്മുടെ മൂത്തത് വിപിൻ, രണ്ടാമത്തെ നിതിൻ. എന്നാലും എന്റെ അളിയ ഇതൊരു മാതിരി വരവായി പോയി. അതെ അതെ അതെ. എന്തായാലും കാര്യങ്ങൾ അറിഞ്ഞപ്പോഴേ 2 ദിവസത്തെ ലീവ് എഴുതി കൊടുത്ത് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. വരുന്ന വഴിക്ക് അറിയിക്കാൻ പറ്റുന്നവരൊക്കെ മാക്സിമം അറിയിച്ചിട്ടുണ്ട്. 6 വർഷം കൂടി അളിയൻ വരുമല്ലേ. പിന്നെ ചേട്ടൻ ഗൾഫിൽ നിന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും കൂടി എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് പല്ല് തേച്ചോട്ടെ. അതിനെന്താ അളിയൻ പല്ലേക്ക്. നീ നോക്കി കഥ പേസ്റ്റ് അളിയൻ എടുത്തോട്ടെ. ദേ ചേട്ടാ പേസ്റ്റ്.
സജിയോ ദേ നമുക്ക് ആ പെട്ടി പൊട്ടിക്കണ്ടേ? ഓ പിന്നെ പൊട്ടിക്കണം. ഡേ ആ പെട്ടി ഇങ്ങെടുക്ക്. എടുത്തോ. പെട്ടിയോ? ആ ബാഗ്. ഓ ബാഗോ? ഇതാ. ഹേ ഇതെന്ത് ചേച്ചി ഇത്? ആകെ കീറിപ്പൊളിഞ്ഞാണല്ലോ ഇരിക്കണേ. എനിക്ക് എൻ്റെ ജീവൻ ഇന്നലെ തിരിച്ചു കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം. ആ പട്ടികളെല്ലാം കൂടി എന്നെ കീറി കഷ്ണാക്കിയെന്നെ. അളിയാ ഇതാ ഇത് 250 റിയാലുണ്ട്. ഇത് അളിയനെടുത്തിട്ട് എന്താ വേണ്ട വെച്ചാൽ വാങ്ങിക്കോ. അമ്മായിക്കും അമ്മാവനും എന്താ വെച്ചാൽ വാങ്ങിക്കൊടുക്ക്. ഇനി എന്തെങ്കിലും തരാൻ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാ. അളിയ കയറിപ്പോരുമ്പോൾ ഒത്തിരി സ്വപ്നങ്ങളായിരുന്നു മനസ്സിൽ. നാട്, വീട്, അമ്മ, ഭാര്യ, മക്കൾ, ബന്ധുക്കൾ, കൂട്ടുകാർ, നാട്ടുകാർ, അങ്ങനെ. പക്ഷേ നമ്മുടെ നാട് ഒത്തിരി മാറിയിരിക്കുന്നു. അത്യാവശ്യം പണം എല്ലാവരുടെ കയ്യിലുണ്ട്, പക്ഷേ ആർക്കും ഉപകാരപ്പെടുന്നില്ല. എല്ലാവരും ദരിദ്രരാണ്, പരമദരിദ്രർ. പട്ടികടിയേറ്റ് മരിച്ചു മരവിച്ച ശവം പോലും കുഴിയെടുക്കാനുള്ള പണത്തിനു വേണ്ടി ബാങ്കിനു മുന്നിൽ കാത്തുകിടക്കുകയാണ്. യുദ്ധക്കെടുതി പോലെ നാട് മുഴുവൻ അന്നത്തിനു വേണ്ടി വരി നിൽക്കുകയാണ്. മക്കൾക്കും കുടുംബത്തിനും വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങൾ ഓരോരുത്തർക്കായി ഉരിഞ്ഞുകൊടുത്ത് ഞാൻ ഈ വീട്ടിലെത്തി. എല്ലാം പോയി. എല്ലാം പോയി. ഡീ ഇപ്പം എന്തായി? ലീവ് എടുത്ത് വെള്ളത്തിലായില്ലേ? അളിയൻ്റെ കയ്യിലൊരു തേങ്ങയില്ലാന്ന്. എന്തൊക്കെയായിരുന്നു. സാരില്ല, നാളെ മുതൽ എനിക്ക് ജോലിക്ക് പോവാം. ഞാൻ പതിവ് പോലെ ബാങ്കിൻ്റെ ക്യൂ വിളിക്കും. അതിനെന്താ ഇപ്പോ? എൻ്റെ ചേട്ടന് ഒരു നോക്ക് കണ്ടില്ലേ? എനിക്കത് മതി. ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു മിഠായി കൊടുക്കാൻ പോലും പറ്റിയില്ലല്ലോ ഈശ്വര. സജിയേ, അതൊന്നും സാരമില്ലടാ. ഈ അമ്മാവന്റെ കണ്ണടയും മുന്നേ നിന്നെ ഒന്ന് കാണാൻ പറ്റിയല്ലോ, അത് തന്നെ ധാരാളം. എന്തേലും കാണും, ഒന്നുകൂടി ഒന്ന് നോക്കി നോക്കിയേ. ആകെയുള്ളത് പാസ്പോർട്ടാണ്. അത് 3 മാസം കഴിഞ്ഞ് തിരിച്ചു പോകാൻ ആവശ്യമുള്ളതാ. ദയവായിട്ട് ഇത് ചോദിക്കരുത്. ഇങ്ങോട്ട് മാറിയടാ. എന്താടാ നിനക്ക്? എന്തിന്റെ കേടാ? ഓ ഒന്നുമില്ല. നിന്ന് തിരിയാതെ പോയി 2 കിലോ കോഴി വാങ്ങിവാ. എന്റെ മോൻ 6 വർഷം കൂടി നാട്ടിൽ വന്നതാ. എന്റെ കൈ കൊണ്ട് എന്തേലും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. മോനെ, പണവും സാധനങ്ങളും ഒന്നും അല്ലടാ ജീവിതം. സ്നേഹം, സ്നേഹം അതിനെല്ലാം മുകളിലാ. സജി ചേട്ടാ, എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്? ഒന്ന് ചിരിച്ചേ. ഇന്ന് എല്ലാരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കണം. എത്ര വർഷമായി ഇങ്ങനെയൊക്കെ ഒന്ന് കൂടിയിട്ട്. നാടു കാണാൻ വരുന്നു. നാടകം സമാപിക്കുന്നു. നാടകരചന വിഷ്ണു രവി. സംവിധാനം ഷമീൽ AJ.
ആലാപനം റിയാസ് കരിയാട്, പശ്ചാത്തല സംഗീതം ലത്തീഫ് മാഹി, ശബ്ദലേഖനം ശബ്ദമിശ്രണം ഷമീൽ AJ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും: സജീവ് അഥവാ സജി സലാം കോട്ടയ്ക്കൽ, രാമൻ നായർ സന്തോഷ് അഞ്ചൽ, ജോണിക്കുട്ടി ഫിറോസ് മൂപ്പൻ, മൻസൂർ ജമാൽ വേളൂർ, കാസർഗോഡ് സിദ്ദീഖ് താജു മമ്മാസ്, എയർ ഹോസ്റ്റസ് ശരണ്യ രജത്ത്, ലഗേജ് പാസഞ്ചർ സലാഹ് കാലിക്കട്ട്, ATM യൂസർ ലത്തീഫ് വടക്കേക്കാട്, ഫോൺ നൽകുന്ന വ്യക്തി ഷെഫീഖ് K, അളിയൻ രാഹുൽ കല്ലിങ്ങൽ, ബൈക്കുകാരൻ AK ബിജുരാജ്, ഷോപ്പ് കീപ്പർ ജലീൽ കുറ്റ്യാടി, ബസ് കണ്ടക്ടർ അസിം കോട്ടൂർ, ഭാര്യ ഷാഹിദ ജലീൽ, സജീവിന്റെ സഹോദരി ആരതി പ്രജീത്ത്, അമ്മാവൻ ആഷിഖ് മാഹി, അമ്മായി ഷെരീഫ ടീച്ചർ. അവതരണം നാടക ശബ്ദം ഖത്തർ.